ആക്രമണം നടത്തിയ സ്ഥലത്ത് തന്നെ വീണ്ടും ആക്രമണം നടത്തി പാകിസ്ഥാൻ ഒന്നുകൂടെ തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, പാകിസ്ഥാൻ പെട്ടെന്ന് അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ഒരു വമ്പൻ വ്യോമാക്രമണം നടത്തി. ഈ വ്യോമാക്രമണം നടത്തി കഴിഞ്ഞ ശേഷം പാകിസ്ഥാന്റെ പല പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്നുമാണ് ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഇത് ഇവർ തമ്മിലുള്ള യുദ്ധം കുറച്ച് കൂടുതൽ പ്രതിസന്ധിയിലാക്കി, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ആ യുദ്ധത്തെ വളർത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോഴിതാ ഈ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ ഭയന്നുപോയി എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഈ ഭയം പുറത്തു കാണിക്കാതിരിക്കാൻ അഫ്ഗാനിസ്ഥാൻ കാണ്ഡഹാറിലെ സൈനിക താവളത്തിൽ വീണ്ടും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി തർക്കം ഇപ്പോൾ രക്തരൂക്ഷിതമായ യുദ്ധമായി മാറി എന്ന് തന്നെ നമുക്ക് പറയാം. അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ മേഖലയിൽ താലിബാൻ സൈനിക താവളങ്ങളിൽ പാകിസ്ഥാൻ ശക്തമായ വ്യോമാക്രമണം നടത്തി. തങ്ങളുടെ നഗരങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതിന് മറുപടിയായാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്വറ്റ, കൊഹാട്ട്, റാവൽപിണ്ടി തുടങ്ങിയ നഗരങ്ങൾക്ക് മുകളിൽ സംശയാസ്പദമായ ഡ്രോണുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ക്വറ്റയിൽ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. സംഭവം ചുവപ്പ് രേഖ കടന്നതായി പാകിസ്ഥാൻ വിശേഷിപ്പിച്ചു. അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ നിന്നാണ് ഡ്രോൺ ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് പാകിസ്ഥാൻ നിലവിൽ ആരോപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. താലിബാന്റെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ UN ഇന്ധന ഡിപ്പോയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. മറുവശത്ത് പാകിസ്ഥാൻ നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നതെന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ ആരോപിക്കുകയാണ്. പാകിസ്ഥാൻ ആക്രമണത്തിൽ 6 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി കാബൂൾ അവകാശപ്പെടുന്നു. കാണ്ഡഹാർ വിമാനത്താവളത്തിനടുത്തുള്ള സ്വകാര്യ വിമാന കമ്പനിയായിട്ടുള്ള കാം എയറിന്റെ ഇന്ധന ഡിപ്പോയും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് വക്താവ് സഹീബുള്ള മുജാഹിദ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ വിമാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇന്ധനമാണിത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വ്യോമാക്രമണത്തിന് ശേഷം സ്ഥിതി കൂടുതൽ വഷളായി. പാകിസ്ഥാന്റെ ലക്കി മർവാട്ട് ജില്ലയിലെ റോഡിനരികിലെ ബോംബ് സ്ഫോടനത്തിൽ 7 പാകിസ്ഥാൻ പോലീസുകാർ കൊല്ലപ്പെട്ടു. ഒരു പാകിസ്ഥാൻ പോസ്റ്റ് പിടിച്ചെടുത്തതായും 14 സൈനികരെ കൊലപ്പെടുത്തിയതായും അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു. എന്നിരുന്നാലും ഈ അവകാശവാദം അടിസ്ഥാനരഹിതമാണ് എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ ഭീകരർക്കെതിരെ മാത്രമാണ് തങ്ങളുടെ പോരാട്ടമെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി. എന്നാൽ അഫ്ഗാൻ അതിർത്തിയിൽ വർദ്ധിച്ചു വരുന്ന സൈനിക പ്രവർത്തനങ്ങൾ ദക്ഷിണേഷ്യയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു വശം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.